സി വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ മന്ത്രിമാരൊന്നടങ്കം പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനമായി ഇറങ്ങി സോണിയാഗാന്ധിയുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തിയാണ് പ്രതിരോധിക്കുന്നത്, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നത്. എങ്ങനെയാണ് ആ തരം രീതിയെ കാണുന്നത്? മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പാർലമെന്റ് അംഗങ്ങളായിരുന്ന ശ്രീ പി രാജീവിന്റെയോ എം പി രാജേഷിന്റെ ഭാഗത്തുനിന്നൊന്നും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അവര് ഒരു ഫോട്ടോ കാണിച്ചിട്ട് സോണിയാഗാന്ധിക്കെതിരെ ആക്ഷേപം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പിണറായി വിജയനെ അതിലേക്ക് കൊണ്ടുവരികയല്ലേ? കാരണം ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ടാണല്ലോ, അല്ലാതെ സോണിയാഗാന്ധി നിയമിച്ച ആളാണോ പിന്നെ പത്മകുമാർ? സോണിയാഗാന്ധി നിയമിച്ച ആളാണോ വാസു? സോണിയാഗാന്ധി നിയമിച്ച ആളാണോ പ്രശാന്ത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ നിയമിച്ചത് സോണിയാഗാന്ധി അല്ലല്ലോ. അപ്പം നിയമിച്ച പിണറായി വിജയൻ പോറ്റിയായിട്ടുള്ള ഫോട്ടോ ഉള്ളപ്പോൾ കൂടുതൽ ഇതിനകത്ത് ഫോട്ടോയുടെ പേരിൽ അട്രാക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പിണറായി വിജയനാണ്. ഞങ്ങൾ എന്നിട്ട് ഇതുവരെ ക്ലിഫ് ഹൗസ് റെയ്ഡ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് രാജീവും അതുപോലെ തന്നെ പിന്നെ മറ്റ് മന്ത്രിമാരുമെല്ലാം സോണിയാഗാന്ധിയുടെ പേര് ഒരു ഫോട്ടോയുടെ പേരിൽ ഇതിനകത്ത് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിലേക്ക് കൊണ്ടുവരിക. ഞങ്ങൾ പോലും പറയാത്ത പിണറായി വിജയനെ കൂടി ഇതിനകത്ത് കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ബുദ്ധി. പി സി, ഇന്നലെ ആ കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളുണ്ട്. അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമാണ്, ഇടപെടില്ല എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷം ഇന്നലെയും അതാണ് പ്രതിരോധിക്കാൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ന്യായം. എങ്ങനെയാണ് ആ ഒരു നിരീക്ഷണത്തെയൊക്കെ കാണുന്നത്? അല്ല, അതിൽ തന്നെ ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇതേ കോടതി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനിശ്ചിതമായി എന്തുകൊണ്ടാണ് അന്വേഷണം എഴയുന്നത്, ഉന്നതരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശം നടത്തിയല്ലോ. ആ പരാമർശം അവിടെ ഉണ്ടല്ലോ. അതിനുശേഷം ഏത് ഉന്നതരിലേക്കാ വന്നത്? മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തു. അതിനുശേഷം പിന്നെ എന്തുണ്ടായി? 2024 ഈ പിന്നെ ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത തെളിവുകൾ സഹിതം ദേവസ്വം ബോർഡിന്റെ രേഖകൾ അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ പിന്നെ തെളിവുകൾ അടക്കം പുറത്തു വന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ? കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. പോട്ടെ, ഇതിനകത്ത് ഈ സ്വർണം എവിടുന്നാണ് നഷ്ടപ്പെട്ടത്? കണ്ടെടുത്തിട്ടുണ്ടോ? ഇത്ര ദിവസമായില്ലേ, സ്വർണം കണ്ടെത്തിയിട്ടുണ്ടോ? അതിൽ ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടൊക്കെ വൈകുന്നുകൊണ്ടാണെന്ന് അവിടെ ന്യായം പറയുന്നു. അതിനു പുറമെ മറ്റ് 2 കേസുകൾ കൂടെ കോടതിയെ ധരിപ്പിക്കാൻ പോവുകയാണ്. അതിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം കോടതിയുടെ അരികിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ 2 കേസ് വിഷയം കൂടി അവിടെ കോടതിയിലേക്ക് 9-ാം തീയതി എത്തിക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടമാണ്. അന്വേഷണം കൃത്യമായി പോകുന്നുവെന്ന വിലയിരുത്തൽ കോടതി പിന്നെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കോടതിയിൽ അവിശ്വാസമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിനു മുമ്പ് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ കോടതി അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഉന്നതരിലേക്ക് പോയോ? പഞ്ചായത്ത് ഇലക്ഷന്റെ മുമ്പുണ്ടായിരുന്ന വേഗം പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഉണ്ടോ? മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് മൊഴി വന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പോട്ടെ, ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിനകത്താണ് ശാസ്ത്രീയ പരിശോധന. നഷ്ടപ്പെട്ട സ്വർണം കണ്ടുകെട്ടാതെ ഈ കേസ് എങ്ങനെയാണ് നാളെ നിലനിൽക്കുന്നത് കോടതിയിൽ? അപ്പൊ സ്വർണം കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? ഇത് വിചാരണ കോടതിയിൽ വരുമ്പോൾ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴേ എടുക്കുന്ന ഒരു അടവാണ്.